രാത്രി നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നല്ല രീതിയിൽ വെളിച്ചും കാര്യങ്ങളുണ്ടോ ഈ RGB വെച്ചിട്ടുള്ള വർക്ക് കണ്ടില്ലേ. നോക്കിക്കോട്ടെ മൊബൈലിൽ മാറ്റുമ്പോൾ അവിടെ മാറി നോക്കിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ മാറ്റിയടാ. കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് വണ്ടിയുടെ അലോയ് ഇട്ടിട്ട് സ്പോക്ക് വീൽ ആക്കുകയാണെങ്കിൽ വേണ്ട. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പാഷൻ പ്രോ നമ്മൾ വീഡിയോ ചെയ്യണത്. കാരണം സാധാരണ ഒരു പാഷൻ പ്രോ അല്ല, ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ നൈസ് വർക്കുകൾ പക്ഷേ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. RGB ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് നിങ്ങൾ കാണുന്നത്. RGB ആണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂറോൻ്റെ ഒരു സൈലൻസർ വെച്ചിട്ടുണ്ട്. യൂറോൻ്റെ സൈലൻസർ നമ്മൾ യൂട്യൂബിൽ വീഡിയോ പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഫാഷൻ പ്രോയുടെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ വണ്ടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജാതി സൗണ്ടുള്ളത് നമുക്ക് കേൾപ്പിച്ചു തരാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഈ പുള്ളിക്കാരൻ്റെ പേര് മിസ്റ്റർ അയൺ എന്നാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി. വണ്ടി വെച്ചിട്ട് വർക്ക് പരമായിട്ട് എന്ത് വേണമെങ്കിലും പുള്ളിക്കാരൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. വണ്ടിയുടെ RX-8 ക്രാഷ് കാർഡ്, പിന്നെ എന്താ പറയുക മോട്ടോഗ്രാഫിനായിട്ടുള്ള ഒരു ഷീൽഡും കാണാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. RX-100 ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ കിങ്ങിൻ്റെ മിററല്ല, നമ്മുടെ നോർമലി സ്ക്വയർ മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നൈസ് ഒരു പാറ്റേണിൽ ആളുടെ രീതിയിലൊരു സ്റ്റിക്കർ വർക്കും കാണാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്തിട്ട് RGB ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ കാണുന്നതും അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഡ്യൂക്ക് 390യുടെ ഹെഡ്ലൈറ്റുമ്പോൾ വരില്ല, അതുപോലെയൊക്കെയാണ് ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും മാത്രമുള്ള, സെൻറ്ററിലും അങ്ങനെ വട്ടനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി ആ വണ്ടി ഓൺ ആക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റും അതുപോലെ സൈലൻസറും അതുപോലെ ലൈറ്റ് വർക്കും നമുക്ക് നോക്കിയാലോ. അപ്പോൾ വായോ. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഓണാക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ തന്നെ RGB ചെയ്ത് വെളിച്ചും കാണാൻ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണി സമയത്താണ് നിങ്ങൾ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാണുന്നത്. ഇപ്പോൾ വെളിച്ചം കാണുന്നത് നിങ്ങൾ. അപ്പോൾ രാത്രി നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നല്ല രീതിയിൽ വെളിച്ചും കാര്യങ്ങളുണ്ടോ ഈ RGB ചെയ്തിട്ടുള്ള വർക്ക് കണ്ടില്ലേ. സ്വന്തമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരട്ടെ ഇവർ രണ്ടുപേരും. ഇവർക്ക് ചേട്ടനും അനിയാണ്, വലിയ അനിയൻ ചെയ്ത് കൊടുത്ത വർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിഞ്ഞ സാധനം നൈസായില്ല. ഇത് നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാം. നമുക്കിനി മൊബൈലിൽ കളർ കാര്യങ്ങൾ മാറ്റേണ്ടത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊബൈലിൽ മാറേണ്ടത് കാണിച്ചു തരാം. മൊബൈൽ പിടിച്ചോ, നിങ്ങൾ നോക്കിക്കോട്ടെ. മൊബൈലിൽ മാറ്റുമ്പോൾ അവിടെ മാറി നോക്കിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. മാറ്റിയടാ. മൊബൈലിൽ മാറ്റാനുസരിച്ച് മാറ്റി. നിങ്ങൾ മൊബൈലിൽ മാറ്റുമ്പോൾ നിങ്ങൾ ബാക്കിൽ നോക്കിക്കോട്ടെ, ഹെഡ്ലൈറ്റ് മാറണ കണ്ട, നിങ്ങൾ കളറും കാര്യങ്ങളൊക്കെ മാറണ കണ്ട. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്താണ്. ഇവൻ്റെ അനിയനായിട്ട് സെറ്റ് ചെയ്ത് വണ്ടിയിൽ വെച്ചപ്പോൾ വണ്ടിയിൽ സെറ്റപ്പ് ആയത്. ഒരുപാട് പാറ്റേണും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് പ്ലേ ചെയ്ത് പറഞ്ഞതെന്ന് കണ്ടോ. ഒക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ജസ്റ്റ് മാറണ നിങ്ങൾ അടുത്തേക്ക് പിടിച്ചേ, വണ്ടി ഹെഡ്ലൈറ്റിന് അടുത്ത് പിടിച്ച് ജസ്റ്റ് മാറ്റിക്കോ. ഇനി കണ്ടോ, വെറുതെ കൈ കൊണ്ട് അടിയിൽ അവൻ ടച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഹെഡ്ലൈറ്റും കാണാൻ മാറും. ഇപ്പം നമുക്ക് ഏത് കളറാണ് വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ MT V3 V4 ഡ്യൂക്കിലൊക്കെ കാണുന്ന സംഭവമാണ്. ഇപ്പോൾ സ്പ്ലെൻഡറിലും ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പാഷൻ പ്രോയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മ്യൂസിക് കേട്ടത് ഫോൺ വന്നതല്ല, അത് ഇതിലുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ആപ്പിലുള്ള സംഭവമാണ്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റും കാണാൻ സെറ്റ് ചെയ്തിട്ടുള്ള ആപ്പ് കാണിച്ചു തരും കേട്ടോ. എന്നിട്ട് ആപ്പ് നോട്ടെ ബാലൻസ് എന്നൊരു ആപ്പാണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിലായിട്ട് കണക്ട് ചെയ്യണത് എങ്ങനെയാ ഇപ്പോൾ നമ്മുടെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ കണക്ട് ചെയ്യാം. അതെ അല്ലേ, ഇത് വെക്കുന്ന ആൾക്കാർക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലേ. അതെ, എന്നിട്ട് നമ്മളിതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓൺ ഓഫ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മൾ ഓഫാക്കി കുറച്ചുകൂടി ഒന്ന് മിഞ്ഞി ഇങ്ങനെ എഫക്റ്റ് ഇട്ടൊന്ന് കുറേ അങ്ങനെ പോകണത്. ഓക്കെ, ഇതിൽ കുറേ മോഡുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോക്കാണ് നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങനെ വീഡിയോ കാണിക്കണം എന്നുള്ള കണ്ടില്ലേ. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൂണ വേവ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സംഗതി നൈസ് സാധനം കേട്ടോ. നിങ്ങൾക്ക് വണ്ടിക്ക് പാഷൻ പ്രോ ആയിട്ട് നമുക്ക് നമ്മുടെ ഉള്ള വണ്ടി നമുക്ക് നൈസായിട്ട് പണിയാം. ഇപ്പോൾ ഇവൻ്റെ അമ്മ തന്നെ അവൻ്റെ വീട്ടിൽ പോയി പറയാം, എന്താ ഇവന് കിട്ടുന്ന പൈസ മുഴുവൻ വണ്ടി ചിലവാക്കണമെന്ന് പറയാം. പക്ഷേ ഇവന് വേറെ പരിപാടിയൊന്നും ഇല്ല. അവരുള്ളൊരു വണ്ടി പാഷൻ പ്രോ ആണ്. ചെക്കൻ സ്പ്ലെൻഡർ എടുക്കാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് സ്പ്ലെൻഡറിന് 10-35 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ എന്താ ചെയ്തത്, അവന് ഉള്ള 15 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടി. പക്ഷേ ഇപ്പോൾ വണ്ടി പണിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവനെ കൊണ്ട് പറ്റുന്ന പോലെ വണ്ടി പണിത് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം വലിയ ഓവർ കാണുന്നതല്ലേ. ഞാൻ ചിലപ്പോൾ ഈ വണ്ടിയുടെ ഈ അലോയിൽ മാറ്റി സ്പോക്കും കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടി വേറെ ലെവലും. പിന്നെ അണ്ടർ ബെല്ലിൻ്റെ അടിയിൽ ലൈറ്റിങ് കാണാനൊക്കെ എത്തുന്നുണ്ട്. രാത്രി കാണാൻ രസമായിട്ട് വണ്ടി. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കാണാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു വണ്ടി സെറ്റപ്പാണ്. ലോങ് പോകാനായാലും വണ്ടി കുഴപ്പം കാണണമെന്നില്ല, നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫോഗ് ലാമ്പും കാണാനൊക്കെ കൂടി ഓണാക്കി തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫോഗ് ലാമ്പ് കൂടി ഓണാക്കിയപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി കാണാൻ നൈസ് ലുക്കായില്ല. നിങ്ങൾ റൈഡൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ വണ്ടി നമുക്ക് ആർക്കായാലും ഇങ്ങനത്തെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയേ വണ്ടിയുടെ ഒരു ലുക്ക് തന്നെ മാറിയില്ല ഇപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കുള്ള വണ്ടി ചെറിയ വണ്ടിയിലും വലിയ വണ്ടിയൊന്നും ഇല്ല. നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കിയ വണ്ടി അത് രസമാണ്. പിന്നെ RGB കൂടി അവ മാറ്റുന്നുണ്ട്. മാറ്റിക്കോ. ഓക്കെ,
അല്ല അവന് ഒരു മോഡും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ കണ്ടില്ലേ മോഡ് നിങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് വണ്ടിയുടെ എലോയ് ഇട്ടിട്ട് സ്പോക്ക് വീൽ ആക്കുകയാണെങ്കിൽ സെറ്റാവും. ഇപ്പോൾ കണ്ടില്ലേ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് അടിപൊളിയാണ്. നമുക്ക് അവനോട് പറഞ്ഞ രീതിയിൽ അവൻ പണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ട് വണ്ടിയുടെ സൈലൻസറിൻ്റെ സൗണ്ട് കൂടിയും കേൾപ്പിച്ചു തരാം. നല്ല ലൗഡാണ്, ഇടയ്ക്ക് നല്ല രീതിയിൽ പൊട്ടലുണ്ട്. യൂറോ 1 സൈലൻസറാണ്. അവൻ എന്തോ ഭയത്തിൽ നല്ലൊരു സൈലൻസർ കിട്ടി. എച്ച് ഒന്നല്ല, നമുക്ക് വണ്ടി ഓണാക്കിയിട്ട് വണ്ടിയുടെ സൈലൻസർ പൊട്ടണ സൗണ്ട് കേൾപ്പിച്ചു. അത് ഓണാക്കിയാ വേണ്ട. ഓഹോ നല്ല സൗണ്ട് ഉണ്ട്, പൊട്ടണ സൗണ്ട് കേട്ടോ നിങ്ങൾ. അത് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇങ്ങനെ പതുക്കെ ഞാൻ കൊടുത്തു കാണിച്ചു തരാം. അപ്പോൾ ഈ സൈലൻസറിന് എത്ര രൂപയുണ്ട്? ഏകദേശം 1600 രൂപയ്ക്കൊക്കെ മേടിച്ച സൈലൻസർ ആട്ടോ. നിങ്ങൾക്ക് അത്ര പാറ്റേൺ നോക്കിയേ, അതിനൊക്കെ കത്തിയിട്ട് മോളിക്ക് വരുന്നുണ്ട്, അതുപോലെ അടിക്ക് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഏതിൻ്റെ ഇത്? ഓക്കെ. ഇവന് പിന്നെ ഇലക്ട്രിക് വർക്ക് പിന്നെ അനിയൻ ചെയ്യും. പിന്നെ വണ്ടി പണിയാനുള്ള ഐഡിയും കാര്യങ്ങൾ ചെക്കനാണ്. അപ്പം അങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോൾ വേറെ എത്തണം കേട്ടോ. ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ നോർമലായിട്ട് കാണുന്ന പോലെ അങ്ങനെ മിഞ്ഞി നിൽക്കുന്ന സാധനം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ വണ്ടീനെ കുറിച്ചുള്ള വീഡിയോസ് കേട്ടോ. അത് നമ്മൾ പതുക്കെ ഈ വണ്ടീനെ കുറിച്ചൊന്ന് കാണിച്ചു തരാൻ വന്നതാണ്. നല്ല രീതിയിൽ RGB ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വീഡിയോയുടെ ഡൗട്ട് കളക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടാവും. അപ്പോൾ ആ അക്കൗണ്ടിൽ നമുക്ക് ആ വീഡിയോയുടെ അടിയിൽ നമുക്ക് ഇവൻ്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കയറിയിട്ട് ഇവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവനെ എന്താ പറയുക മെസ്സേജും റീപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ വർക്ക് ചെയ്ത് തരും. ചെറിയ എന്തെങ്കിലും പൈസയൊക്കെ ചെക്കന് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഓക്കെ, വീഡിയോ എൻ്റെ പേരല്ലേ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വണ്ടിയായിട്ട് കാണാം.